നമസ്കാരം. മിത സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. നോവലിസ്റ്റ് നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് എന്ന നോവലിലെ 3 പാർട്ടുകൾ കേൾക്കാം. ഫസ്റ്റ് പാർട്ട്. രാവിലെ ബലിയിടാനായി ചെറിയമ്മാവയാണ് രാഹുലിനെ വിളിച്ചെണീപ്പിച്ചത്. കുളത്തിൽ പോയി മുങ്ങി നിവർന്ന് നനഞ്ഞ തോർത്തുടുത്ത് പവിത്രം ധരിച്ച് എള്ളും പൂവും ചന്ദനവും ചേർത്ത് ശിരസിൽ 3 വട്ടം ഒഴിഞ്ഞ് തെക്കോട്ട് തിരിഞ്ഞിരുന്ന് ബലിയർപ്പിച്ചു. അച്ഛനെ മനസ്സിൽ ധ്യാനിച്ചു ബലിയിടാൻ പറഞ്ഞപ്പോൾ ഒരു പേരിനപ്പുറം ഒന്നും ഓർമ്മയില്ലാത്തതിനാൽ അവൻ കോലായിൽ നിന്ന് മുറ്റത്തേക്ക് കണ്ണുനട്ടിരുന്ന അമ്മയെ നോക്കി. ഒരാളുടെ മരണശേഷം അവർക്ക് വേണ്ടിയെന്നു കരുതി നമ്മൾ ചെയ്യുന്നതെല്ലാം സത്യത്തിൽ ജീവിച്ചിരിക്കുന്നവരുടെ സമാധാനത്തിനു വേണ്ടി മാത്രമാണ്. അവരുടെ ഓർമ്മകളിൽ നിന്നും മോക്ഷം വേണ്ടത് നമുക്കാണ്. ഇവിടെ ഇതെല്ലാം അമ്മയ്ക്ക് വേണ്ടിയാണ്. അച്ഛൻ്റെ ആണ്ടുദിവസം അമ്മ ആരോടും സംസാരിക്കാറില്ല, ഭക്ഷണം കഴിക്കില്ല, മുറിയടച്ച് അവിടെ തന്നെ ഇരിക്കും. കഴിഞ്ഞ 26 വർഷമായി ഇങ്ങനെയാണ്. കാലത്ത് 8 മണിയോടെ അവൻ പോവാനൊരുങ്ങി. ചെറിയമ്മാമ കൊണ്ടുവന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോഴേക്കും അച്ഛൻ്റെ മൂത്ത സഹോദരിയുടെ മകൻ ദീപക്കും ഫാമിലിയും കാറുമായെത്തി. ദീപക്കിന് ബാംഗ്ലൂരിലെ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിലാണ് ജോലി. നാട്ടിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ഇടയ്ക്കൊക്കെ അവൻ കൂടെയുണ്ടാവാറുണ്ട്. ഇനി എന്നാണ് ഇങ്ങോട്ട്? വലിയമ്മ ലഗേജ് ഡിക്കിയിലേക്ക് വെക്കുന്നതിനിടെ ചോദിച്ചു. ഇടയ്ക്കിറങ്ങാം. അമ്മ എന്തായാലും അങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നില്ലല്ലോ. ചെറിയമ്മാമയോട് യാത്ര പറഞ്ഞ് അവൻ കാറിനടുത്തേക്ക് നടന്നു. കാറിലേക്ക് കയറാൻ നേരം അവൻ അമ്മ ഇരിക്കുന്ന അച്ഛൻ്റെ മുറിയുടെ ഭാഗത്തേക്ക് നോക്കി. പാതി തുറന്ന ജനാലയിലൂടെ കട്ടിലിൽ ഇരിക്കുന്ന അമ്മയെ ഒന്നുകൂടി നോക്കി അവൻ കാറിൻ്റെ മുൻസീറ്റിലേക്ക് കയറി. ദീപക് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. വയലിനെ മുറിച്ചുള്ള മൺപാതയിലൂടെ കാർ മെല്ലെ മുന്നോട്ട് നീങ്ങി. വൈകിട്ട് 4 മണിയോടെ രാഹുൽ ഫ്ലാറ്റിലെത്തി. മുറിയിൽ കയറി അഖിലിൻ്റെ കല്യാണത്തിന് ധരിക്കാനുള്ള വസ്ത്രങ്ങൾ എടുത്തു വെക്കുന്നതിനിടെ സാം അങ്ങോട്ടേക്ക് കയറി വന്നു. അളിയ, നീ എത്തിയോ? 2 ദിവസം നിന്നെ ഭയങ്കരമായി മിസ് ചെയ്തു. ഡയറി കൊടുത്തപ്പോൾ അവൾ എന്തു പറഞ്ഞു? രാഹുൽ അല്പം ആകാംക്ഷയോടെ ചോദിച്ചു. ഡയറിയുടെ കാര്യം വിട്ടില്ല അല്ലേ? 2 ദിവസമായി എന്നെ കണ്ടിട്ട്. സാമി, നിനക്ക് സുഖാണോ? ഫുഡ് കഴിച്ചോ? ഓഫീസിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇതൊന്നും നിനക്കറിയണ്ട. ജീവിതത്തിൽ പെണ്ണുങ്ങൾ വന്നും പോയും ഇരിക്കും. അവസാനം വരെ കൂടെ ഞാൻ മാത്രമേ കാണൂ. സാം ഒരു സിഗരറ്റ് കത്തിച്ച് രാഹുലിനെ അല്പം പരിഭവത്തോടെ നോക്കി. നിന്റെ എല്ലാ വിശേഷവും ഞാൻ ചോദിക്കാം. ആദ്യം നീ ഇത് പറ. ഇത്രയും വിലപ്പെട്ട ഒരു ഡയറി തിരികെ കിട്ടുമ്പോൾ ആൾ എന്തെങ്കിലും പറയാതിരിക്കില്ലല്ലോ. അവൾ എന്താ പറഞ്ഞത് എന്നറിയണമെങ്കിൽ ശരണിനോട് ചോദിക്കേണ്ടി വരും. അവരാണ് ഡയറി കൊണ്ടു കൊടുത്തത്. ശരണോ? നീ എന്തിനാ അവനെ ഏൽപ്പിച്ചത്? ഞാൻ നിന്നോടല്ലേ പറഞ്ഞത്. രാഹുൽ കാര്യം മനസ്സിലാവാതെ നെറ്റി ചുളിച്ചു. ഞാൻ ഇന്നലെ തിരക്കിട്ടിറങ്ങിയപ്പോൾ ഡയറി എടുക്കാൻ മറന്നെന്നു പറഞ്ഞില്ലേ? പിന്നെ ശരണിനെ വിളിച്ചു പറഞ്ഞു. അവനത് കൊണ്ടുവന്നപ്പോഴേക്കും എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയിരുന്നു. അവനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു താൻ കൊടുത്തേക്കാമെന്ന്. രാവിലെ അവളെ കണ്ടില്ലെന്നും വൈകിട്ട് കണ്ടപ്പോൾ കൊടുത്തു എന്നും പറഞ്ഞു. ഇതിൽ കൂടുതൽ എന്തേലും അറിയണം എങ്കിൽ അളിയൻ അവനോട് തന്നെ ചോദിക്കേ. നമ്മളിപ്പോൾ അവൻ്റെ അടുത്തേക്കല്ലേ പോകുന്നത്? പിന്നെ ഒരു കാര്യം, എൻ്റെ അടുത്ത് കാണിക്കുന്ന ഈ എക്സൈറ്റ്മെൻറ്റ് അവൻ്റെ മുൻപിൽ കാണിച്ചാൽ അവന് സംഗതി കത്തും. ഒടുക്കം ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ് എൻ്റെ നേരെ വന്നേക്കരുത്. സാം വലിച്ചു തീരാറായ സിഗരറ്റ് ആഷ്ട്രയിലേക്ക് കുത്തി റെന്റിനെടുത്ത കാറിലേക്ക് സാമും രാഹുലും ലഗേജ് എടുത്തു വെച്ചു. ശരണിന് മോർണിംഗ് ഷിഫ്റ്റ് ആയതിനാൽ പോകുന്നതിന് മുൻപേ അവൻ എല്ലാം പാക്ക് ചെയ്ത് സാമിനെ ഏൽപ്പിച്ചിരുന്നു. പോകുന്ന വഴിക്ക് ശരണിനെ പിക്ക് ചെയ്യാനായി സാം വണ്ടി നേരെ ഓഫീസിലേക്ക് വിട്ടു. താഴെ കാർ പാർക്ക് ചെയ്ത് സാം ശരണിനെ ഫോണിൽ വിളിച്ചു. മുഴുവൻ റിങ് ചെയ്തിട്ടും ഫോൺ അറ്റൻഡ് ചെയ്തില്ല. ഒന്നുകൂടി വിളിക്കേ, ഇപ്പോഴെങ്കിലും തിരിച്ചാലേ പാതിരാത്രിക്ക് മുൻപേ അവിടെ എത്താനാകൂ. സാം ഒരിക്കൽ കൂടി വിളിച്ചു. ഇത്തവണയും മുഴുവൻ റിങ് ചെയ്തിട്ടും ശരൺ ഫോൺ എടുത്തില്ല. എന്നുമില്ലാത്ത ആത്മാർത്ഥതയാണല്ലോ അവനിന്ന്. സാധാരണ ഷിഫ്റ്റ് കഴിയുന്നതിന് മുൻപേ ബാഗുമെടുത്തിറങ്ങുന്നവനാ. വാ, നമുക്കൊന്ന് കയറി നോക്കാം. രാഹുൽ അല്പം അക്ഷമയോടെ പറഞ്ഞു. അയ്യോ, ഞാനില്ല. ജോലി സമയത്ത് തന്നെ എനിക്ക് ആ ശകുനിയെ സഹിക്കാൻ വയ്യ. മുന്നിലെങ്ങാൻ ചെന്നു പെട്ടാൽ എന്തെങ്കിലും പറഞ്ഞു ചൊറിയും. നമുക്കൊരു ചായ കുടിച്ചേച്ച് വരാം. അപ്പോഴേക്കും അവനിറങ്ങും. എന്നാ ശരി, നീ വണ്ടിയെടുക്ക്. വണ്ടി ഇവിടെ ഇടാം. അതിനു മുന്നിൽ പാർക്കിംഗ് വലിയ സീനാണ്. അവർ രണ്ടുപേരും കാർ ലോക്ക് ചെയ്ത് കടയുടെ അടുത്തേക്ക് നടന്നു. കടയുടെ ഒരു 100 മീറ്റർ മുൻപിലെത്തിയപ്പോൾ അവർ റോഡ് ക്രോസ് ചെയ്യാനായി തിരിഞ്ഞു. പെട്ടെന്നൊരു മരത്തിന്റെ വശത്ത് കയ്യിൽ പൂക്കളുമായി നിൽക്കുന്ന ശരണിനെ കണ്ട് അവർ അതിശയത്തോടെ പരസ്പരം നോക്കി. 2 ചുവട് കൂടി മുന്നോട്ട് നടന്നപ്പോൾ ശരണിന് മുൻപിൽ നിൽക്കുന്ന അതിഥിയെയും അവർ കണ്ടു. ശരൺ തന്റെ കയ്യിലെ പർപ്പിൾ നിറത്തിലുള്ള ഓർക്കിഡ് പൂക്കൾ അവൾക്ക് നേരെ നീട്ടി. അവൾ അത് വാങ്ങി. എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ രാഹുൽ തന്റെ വിയർത്ത ഉള്ളം കൈകൊണ്ട് സാമിന്റെ കൈത്തണ്ടയിൽ അമർത്തിപ്പിടിച്ചു. പൂ കൊടുത്ത ശേഷം അതിഥിയോട് എന്തോ സംസാരിച്ച് ശരൺ തിരിച്ചു നടന്നു. മുഖമുയർത്തിയതും റോഡരികിൽ കുറച്ചു മുൻപിലായി നിൽക്കുന്ന രാഹുലിനെയും സാമിനെയും അവൻ കണ്ടു.
താൻ അതിഥിക്ക് ഓർക്കിഡ് കൊടുത്തത് അവർ കണ്ടിട്ടുണ്ടാകുമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. ഒരു നേർത്ത ചിരിയോടെ തങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്ന ശരണിനെ രാഹുൽ പ്രതിമ കണക്കെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. നിങ്ങൾ വിളിച്ചു കാണുമല്ലേ? ഫോൺ സൈലന്റ് ആയിരുന്നു. വാ, നമുക്ക് വേഗം ഇറങ്ങാം. അതെ, ആ ഡയറി മറന്നുവെച്ച കൊച്ചല്ലേ? കാറിനടുത്തേക്ക് നടക്കാനൊരുങ്ങിയ ശരണിനെ പിടിച്ചു നിർത്തിക്കൊണ്ട് സാം ചോദിച്ചു. അതെ അതിഥി. ആ ഡയറി തിരിച്ചു കൊടുത്ത പരിചയമല്ലേ നിങ്ങൾ തമ്മിലുള്ളൂ? പിന്നെന്താ ഈ പൂവൊക്കെ ആയിട്ട്? ചോദിച്ചത് സാമാണെങ്കിലും ശരണിന്റെ വായിൽ നിന്നും അതിന്റെ ഉത്തരം അറിയാനുള്ള മുഴുവൻ ആകാംക്ഷയും രാഹുലിനായിരുന്നു. അതൊക്കെ വിശദമായി പറയാം. ഇപ്പോൾ അതും പറഞ്ഞുകൊണ്ടിരുന്നാൽ കല്യാണം കൂടാൻ പറ്റില്ല. ശരൺ അവരെയും വിളിച്ച് അരികിലേക്ക് നടന്നു. ശരണിന്റെ മുഖത്തേക്ക് നോക്കാനുള്ള ശക്തി പോലും രാഹുലിന് നഷ്ടപ്പെട്ടിരുന്നു. അവൻ ഒന്നും സംസാരിക്കാതെ പിറകിലെ സീറ്റിലേക്കിരുന്നു. കീ ഇങ്ങുതാ, വണ്ടി ഞാനെടുക്കാം. ശരൺ കീക്ക് വേണ്ടി സാമിന് നേരെ കൈനീട്ടി. വേണ്ട, നിനക്ക് കുറേ പുതിയ വിശേഷം പറയാനുള്ളതല്ലേ, അതിനിടയ്ക്ക് ചിലപ്പോൾ ഡ്രൈവിംഗ് ബുദ്ധിമുട്ടാകും. വണ്ടി ഞാനെടുത്തോളാം. സാം സീറ്റിലേക്കിരുന്ന് കാർ സ്റ്റാർട്ട് ചെയ്തു. കാറിൽ കയറി കുറച്ച് സമയത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല. സാം ഇന്റീരിയർ മിററിലൂടെ രാഹുലിനെ നോക്കി. രാഹുലിന്റെ കണ്ണുകളിൽ അപ്പോഴും ആ നടുക്കം അവശേഷിച്ചിരുന്നു. ഒരു മറന്നുവെച്ച് ഡയറി കൊടുക്കുമ്പോഴേക്കും ഇത്രയ്ക്കങ്ങ് ക്ലോസ് ആയോ? എന്തുവായിരുന്നു ആ കൊച്ചിൻ്റെ അടുത്ത്? സാം ആ നീണ്ട മൗനം ഭഞ്ജിച്ച് അടുത്തിരുന്ന ശരണിനെ നോക്കി ചോദിച്ചു. പൂ കൊടുത്തത് കണ്ടിട്ടാണോ? അത് ക്ലോസ് ആയത് കൊണ്ടല്ല. അവളുടെ ഡയറി ഞാൻ വായിച്ച കാര്യം പറഞ്ഞപ്പോൾ മൊത്തത്തിൽ അലമ്പായി. അതൊന്ന് സോർട്ട് ചെയ്യാൻ കൊടുത്തതാ. ശരൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ അവളുടെ ഡയറി വായിച്ചോ? സാം പെട്ടെന്ന് വണ്ടി ബ്രേക്കിട്ട് നിർത്തി. രാഹുലും ഒരുപോലെ ഞെട്ടി കുറച്ച് മുന്നോട്ട് നീങ്ങിയിരുന്ന് ശരണിനെ നോക്കി. അന്ന് നിങ്ങൾ രണ്ടുപേരും പോയപ്പോൾ വല്ലാത്ത ബോറടിയായിരുന്നു. മൂവിയൊക്കെ കണ്ടുമടുത്തപ്പോൾ വല്ലതും വായിക്കാനുണ്ടോ എന്ന് നോക്കിയാണ് ഇവൻ്റെ മുറിയിൽ കയറിയത്. അകത്ത് കയറിയപ്പോൾ ബെഡിൻ്റെ നടുക്കു തന്നെ ആ ഡയറി ഇരിക്കുന്നത് കണ്ടു. ആദ്യം വെറുതെ മറിച്ചു നോക്കി. പക്ഷെ പിന്നീട് വായിച്ചു തീർക്കാതെ മടക്കി വെക്കാൻ കഴിഞ്ഞില്ല. ഒറ്റ ഇരിപ്പിന് തന്നെ മുഴുവൻ വായിച്ചു. ചെയ്തത് തെണ്ടിത്തരമാണെന്ന് എനിക്കറിയാം. അതിലെനിക്ക് നല്ല കുറ്റബോധവുമുണ്ട്. പക്ഷെ അവളെന്നോട് ക്ഷമിക്കുമെന്നാണ് പ്രതീക്ഷ. ശരൺ ഒരൽപ്പം ജാള്യതയോടെ പറഞ്ഞു. അതെ, ചെയ്തത് മഹാ തെണ്ടിത്തരമാണ്. ഡയറിയൊക്കെ ഒരാളുടെ പ്രൈവസിയല്ലേ? ശരൺ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളാനാവാതെ തരിച്ചിരിക്കുന്ന രാഹുലിന്റെ മുഖം മിററിലൂടെ കണ്ട സാം എന്ത് ചെയ്യണമെന്നറിയാതെ പറഞ്ഞു. നിന്റെ ഭാവം കണ്ടാൽ ഞാൻ നിന്റെ എന്താണ്ട് വായിച്ച പോലെ ഉണ്ടല്ലോ. അല്ലേലും 24 മണിക്കൂറും എൻ്റെ റൂമിൽ കയറി ഇറങ്ങുന്ന നീ പ്രൈവസിയെക്കുറിച്ചൊന്നും എന്നോട് സംസാരിക്കാൻ നിൽക്കണ്ട. നീ വണ്ടിയെടുക്ക്. പിറകിൽ നിന്ന് നിർത്താതെയുള്ള ഹോണടി കേട്ടപ്പോൾ സാം വണ്ടി മുന്നോട്ടെടുത്തു. ശരണിന് അതിഥിയോട് ഒരു താല്പര്യമുണ്ടെന്ന കാര്യം അവർക്ക് നന്നായി മനസ്സിലായി. അവനോട് അതേക്കുറിച്ച് വീണ്ടും എന്തൊക്കെയോ ചോദിക്കണമെന്ന് സാമിന് തോന്നിയെങ്കിലും രാഹുലിന്റെ മുഖം കണ്ടപ്പോൾ അവൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. രാവിലത്തെ യാത്രാക്ഷീണമുണ്ടെന്ന് പറഞ്ഞ് രാഹുൽ സംസാരങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറി സീറ്റിലേക്ക് ചാരി കണ്ണുകളടച്ചു. നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? അവൻ ഇതുമായി മുന്നോട്ട് പോകുന്നതിന് മുൻപേ നമുക്ക് കാര്യം പറയാം. ഹോട്ടലിലെത്തിയതും ചെക്ക് ഇൻ ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നതിനിടെ രാഹുലിനെ സാം സംസാരിക്കാനായി മാറ്റി നിർത്തി. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം ഒന്ന് പ്രോസസ് ചെയ്യാൻ കുറച്ച് സമയം വേണം. രാഹുലിന്റെ മുഖത്തെ ക്ഷീണം അവന്റെ ശബ്ദത്തിലും പ്രതിഫലിച്ചു. നീ ഇങ്ങനെ സമയം നോക്കിയിരുന്നത് കൊണ്ടാണ് കാര്യങ്ങൾ ഇത്രയും വഷളായത്. ഇന്ന് തന്നെ അവനോട് എല്ലാം തുറന്നു പറഞ്ഞേക്കണം. നിനക്ക് പറ്റില്ലെങ്കിൽ പറ, ഞാൻ പറയാം. ഏത് നശിച്ച നേരത്താണാവോ ആ ഡയറി അവനോട് കൊടുക്കാൻ പറയാൻ തോന്നിയത്? അന്ന് കടയിൽ വച്ചത് കിട്ടിയപ്പോൾ തന്നെ അങ്ങ് തിരിച്ചു കൊടുത്താൽ മതിയായിരുന്നു. സാം അല്പം കുറ്റബോധത്തോടെ പറഞ്ഞു. നീ ദയവ് ചെയ്ത് എടുത്തുചാടി ഒന്നും പറയരുത്. അവൻ്റെ സൈഡ് എന്താ എന്ന് കൂടി അറിയട്ടെ. ഞാൻ ഇന്ന് തന്നെ സംസാരിച്ചോളാം. രാഹുൽ സാമിനെയും കൂട്ടി ശരണിന് പിറകെ റൂമിലേക്ക് നടന്നു. അഖിലിൻ്റെ വീട്ടിൽ നിന്നും മാറി കുറച്ചു ദൂരെയാണ് കല്യാണ ഫംഗ്ഷൻസ് നടക്കുന്ന റിസോർട്ട്. താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും 5 മിനിറ്റ് ദൂരം മാത്രമായതിനാൽ ഒന്ന് ഫ്രഷായി അഖിലിനെ കാണാനായി 3 പേരും റിസോർട്ടിലേക്ക് നടന്നു. നാളെ രാവിലെ നടക്കാനിരിക്കുന്ന ഹൽദിക്കുള്ള ഒരുക്കങ്ങളൊക്കെ ഒന്നുകൂടി നോക്കി ഉറപ്പുവരുത്തി ഗസ്റ്റുകളുമായി സംസാരിച്ച ശേഷം ഭക്ഷണമെടുത്ത് അഖിൽ അവർക്കടുത്തേക്ക് വന്നിരുന്നു. ഞങ്ങൾ കരുതി കല്യാണച്ചക്കനെ ഇന്ന് കാണാനേ കിട്ടില്ലെന്ന് സാം അഖിലിനെ കണ്ടപാടെ പറഞ്ഞു. ഇത്രയും ആൾക്കാരെ മാനേജ് ചെയ്യുക എളുപ്പമാണെന്നാണോ കരുതുന്നത്? ഒന്ന് കെട്ടിനോക്ക്, അപ്പോൾ അറിയാം. അഖിൽ വേഗത്തിൽ ഭക്ഷണം കഴിച്ചു. അതുകൊണ്ടല്ലേ ഞാൻ സീരിയസ് ആയി ഒന്നിലും തലവെക്കാത്തത്. സാം അവന് കുടിക്കാൻ വെള്ളം നീക്കി വെച്ചു കൊടുത്തു. എല്ലാം ഓക്കെ അല്ലേ? എന്തേലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നീ പറ. ശരൺ അവന് കഴിക്കാൻ കുറച്ചുകൂടി ഭക്ഷണം എടുത്തു കൊണ്ടുവന്നു. അമ്മ എല്ലാം ഇവൻ ടീമിനെ ഏൽപ്പിച്ചതുകൊണ്ട് എനിക്ക് പോലും ഇവിടെ കാര്യമായി പണിയില്ല. അപ്പോൾ എങ്ങനെയാ? ഇന്ന് രാത്രി അടിക്കണ്ടേ? ഞാൻ സാധനവുമായി റൂമിലേക്ക് വരാം. ഇവനെന്തു പറ്റി? ആകെ ഒരു മൂഡ് ഓഫ്. അവർ പറയുന്നതൊന്നും ശ്രദ്ധിക്കാതെ എന്തോ ആലോചിച്ചു കൊണ്ടിരുന്ന രാഹുലിനെ നോക്കി അഖിൽ ചോദിച്ചു. ഇന്ന് മുഴുവൻ യാത്രയായിരുന്നില്ലേ? അതിൻ്റെ ക്ഷീണമാണ്. നാളെ ഫംഗ്ഷൻ തുടങ്ങുമ്പോഴേക്കും അവൻ ഓക്കെ ആയിക്കൊള്ളും. മറുപടി പറഞ്ഞത് ശരണാണ്.
രാത്രി കുപ്പിയുമായി അഖിൽ വന്നപ്പോഴേക്കും ക്ഷീണം കൊണ്ട് രാഹുൽ ഉറങ്ങിയിരുന്നു. അവനെ ഉണർത്തേണ്ടെന്ന് കരുതി അവർ 3 പേരും കുപ്പിയുമായി അഖിലിന്റെ റൂമിലേക്ക് പോയി. രാത്രി വെള്ളമടിച്ച് ഒരുപാട് വൈകിയാണ് അവർ ഉറങ്ങാൻ കിടന്നത്. എടാ എഴുന്നേൽക്ക്, ഇതെന്തുറക്ക, ഫംഗ്ഷൻ തുടങ്ങാൻ നേരമായി. രാവിലെ ഹൽദിക്ക് പോകാൻ റെഡിയായ ശരൺ രാഹുലിനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. നിങ്ങളൊക്കെ റെഡിയായോ? രാഹുൽ കണ്ണു തിരുമ്മി എഴുന്നേറ്റു. പിന്നല്ലാതെ, അഖിലിന്റെ പഴയ കൊളീഗ്സ് വന്നിട്ടുണ്ടെന്ന് കേട്ട് സാം നേരത്തെ ഹാജരിടാൻ പോയി. എന്നാൽ അതിൽ കുറെ പെൺപിള്ളേര് കാണുമല്ലോ. രാഹുൽ ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് കയറി. ഞാൻ നിന്റെ ഡ്രസ്സ് അയൺ ചെയ്ത് വച്ചിട്ടുണ്ട്, നീ റെഡിയായി വാ, ഞാൻ താഴെ ഉണ്ടാവും, ഒന്ന് സ്മോക്ക് ചെയ്യണം. ശരൺ ഡോർ പൂട്ടി സിഗരറ്റുമായി താഴേക്ക് നടന്നു. ശരണിനോട് അതിഥിയുടെ കാര്യം എങ്ങനെ ചോദിക്കുമെന്ന് എത്ര ആലോചിച്ചിട്ടും രാഹുലിനെ പിടികിട്ടിയില്ല. ഇതുവരെ അവനായിട്ട് ഇങ്ങോട്ട് എല്ലാം പറയുന്നതല്ലാതെ ഒന്നും അങ്ങോട്ട് ചോദിച്ചറിയാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ സാം പറഞ്ഞതിലും കാര്യമുണ്ട്. അതിഥിയുമായി സംസാരിക്കുന്നതിന് മുൻപേ അവന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് അറിഞ്ഞേ തീരൂ. രാഹുൽ ഓൺ ചെയ്ത ഷവറിന് കീഴെ തണുത്ത വെള്ളത്തിൽ കുറച്ചുനേരം ഓരോന്ന് ആലോചിച്ചു നിന്നു. കുളിച്ചു റെഡിയായി ശരണിനൊപ്പം റിസോർട്ടിൽ എത്തുമ്പോഴേക്കും ഹൽദി തുടങ്ങിയിരുന്നു. 2 ഫാമിലിയും മലയാളികളാണെങ്കിലും ചടങ്ങുകൾക്കെല്ലാം ഒരു നോർത്ത് ഇന്ത്യൻ വെഡ്ഡിങ്ങിന്റെ ടച്ചുണ്ടായിരുന്നു. മഞ്ഞൾ തേക്കാനും ഗെയിംസിനും ഡാൻസിനുമെല്ലാം അഖിൽ നിർബന്ധിച്ച് ശരണിനെയും രാഹുലിനെയും വിളിച്ചു കൊണ്ടുപോയി. അതുവരെ അഖിലിന്റെ പഴയ ഓഫീസിലെ പെൺകൊച്ചുമായി സംസാരിച്ചു നടന്ന സാമിനെ ഭക്ഷണം കഴിക്കാൻ നേരത്താണ് അവർക്ക് കാണാൻ കിട്ടിയത്. രാത്രിയിൽ നടന്ന സംഗീതത്തിൽ ഒരുപാട് ഡാൻസ് പെർഫോമൻസുകളും പുറത്തുനിന്നുള്ള ബാൻഡിന്റെ പെർഫോമൻസും ഉണ്ടായിരുന്നു. അവിടെയൊന്നും സാമിനെ കാണാതായപ്പോൾ ആ പെൺകുട്ടിക്കൊപ്പം എവിടെയെങ്കിലും കറങ്ങാൻ പോയി കാണുമെന്ന് ശരണും രാഹുലും ഉറപ്പിച്ചു. പരിപാടികളെല്ലാം കഴിഞ്ഞ് റൂമിലേക്ക് പോവാൻ നേരം സാമിന്റെ കോൾ വന്നു. നീ എവിടെയാ? അഖിൽ നിന്നെ ഒരുപാട് തിരക്കി. ഞാൻ റൂമിലുണ്ട്, നിങ്ങൾ എപ്പോഴാ വരുന്നത്? ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക, ഇവിടെ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞു. ശരൺ ഫോൺ സ്പീക്കറിലിട്ടു. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞിറങ്ങാൻ പറ്റുമോ പ്ലീസ്? സാം ശബ്ദം ലേശം മയപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചു. ആ പെൺകൊച്ച് ഇപ്പോൾ നിന്റെ കൂടെ റൂമിലുണ്ടോ? രാഹുൽ ശരണിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. ഇതാണ് നിന്നോട് എനിക്ക് പ്രത്യേക സ്നേഹം, ഞാൻ പറയാതെ തന്നെ നിനക്കെല്ലാം മനസ്സിലാവും. രാഹുലും ശരണും പരസ്പരം നോക്കി. സാം ഫോൺ കട്ട് ചെയ്തു. നന്നാവില്ല, അതുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. രാഹുൽ റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിലേക്ക് കാലുവെച്ചിരുന്നു. ശരൺ ഒരു ഗ്ലാസ്സിൽ വിസ്കിയുമായി അവനടുത്തായി വന്നിരുന്നു. നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ശരൺ ഒരു സിപ്പെടുത്ത് എന്തോ ആലോചിച്ചിരുന്ന രാഹുലിനെ നോക്കി. ഇല്ല, എന്തുപറ്റി? ശരണിന്റെ മനസ്സിൽ എന്താണെന്നറിയാതെ രാഹുൽ ഒന്നു ഞെട്ടി. അതല്ല, ഇന്നലെ വന്ന മുതൽ എന്തോ ഒരു മാറ്റം, പെട്ടെന്ന് സൈലന്റ് ആയ പോലെ. വീട്ടിലെല്ലാം ഓക്കെ അല്ലേ? അതെ, ചിലപ്പോൾ യാത്ര ചെയ്തു വന്നതിൻ്റെയാവും. രാഹുൽ ചിരിക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണെങ്കിൽ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ശരൺ ആ ഗ്ലാസ്സിൽ ബാക്കിയിരുന്നത് മുഴുവനും കുടിച്ച് രാഹുലിനടുത്തേക്ക് കുറച്ചുകൂടി നീങ്ങിയിരുന്നു. ആ കുട്ടിയില്ലേ, അതിഥി, ഡയറി മറന്നുവെച്ച, അവളോട് എനിക്ക് ചെറിയൊരിഷ്ടം. ആ ഡയറി വായിച്ചത് കൊണ്ടാണോ? ഏത് നിമിഷവും പൊട്ടുമെന്ന് തോന്നിച്ച സങ്കടത്തിന്റെ ഒരു നീർക്കുമിള മനസ്സിൽ പൊന്തി വന്നെങ്കിലും അത് പുറത്തു കാണിക്കാതെ രാഹുൽ ചോദിച്ചു. അതും ഒരു കാരണമാണ്. പക്ഷെ അത് മാത്രമല്ല, ജീവിതത്തിൽ ഒരാളെയും എനിക്കിനി സ്നേഹിക്കാൻ കഴിയില്ലെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ അവളെ കാണുമ്പോൾ എനിക്ക് എവിടെയോ നഷ്ടമായ എന്നെ തന്നെ വീണ്ടെടുക്കാൻ കഴിയുമെന്ന ഒരു തോന്നൽ. അവൾക്കെന്നെ ഇഷ്ടമാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ആണെന്നവൾ പറഞ്ഞാൽ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരാൾ അവളായിരിക്കും. ഇന്നലെ പരിചയപ്പെട്ട ഒരു കുട്ടിയെ എനിക്ക് ഇത്രയ്ക്കിഷ്ടമാണെന്ന് പറയുമ്പോൾ എനിക്ക് വട്ടാണെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? സാമിനോട് പറഞ്ഞാൽ അവൻ കരുതും എനിക്ക് ജസ്റ്റ് ഡേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു താല്പര്യമാണെന്ന്. പക്ഷേ അതങ്ങനെയല്ല. മറ്റൊരാളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുമെന്നും എനിക്കറിയില്ല. ശരൺ അവന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ വാക്കുകൾ കിട്ടാതെ പാടുപെട്ടു. എനിക്കവളെ ഇഷ്ടമാണ്, നീ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ 1000 ഇരട്ടി എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ തോന്നിയെങ്കിലും ശരണിന്റെ മുഖത്ത് നോക്കിയപ്പോൾ രാഹുലിന് ഒന്നും പറയാൻ തോന്നിയില്ല. ഒരാളെ എന്തുകൊണ്ട് ഇഷ്ടമാണ് എന്നതിന്റെ വിശദീകരണം മറ്റൊരാൾക്കും നൽകേണ്ടതില്ല. അല്ലെങ്കിലും ഇഷ്ടപ്പെടാൻ ഒരു കാരണം വേണമെന്ന് ആരാ പറഞ്ഞത്? സ്നേഹം ഒരു തോന്നലാണ്, ചിലപ്പോഴൊക്കെ നമുക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു തോന്നൽ. രാഹുൽ ശരണിന്റെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. പൂളിലെ തണുത്ത വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച കാലുകൾ പൊള്ളുന്ന പോലെ അവന് തോന്നി. ഒരുപാട് വൈകിയിട്ടും സാമിന്റെ വിളിയൊന്നും വരാതെയായപ്പോൾ അവർ രണ്ടുപേരും കൂടെ അഖിലിന്റെ റൂമിൽ പോയി കിടന്നു. മുഹൂർത്തം ഒരുപാട് നേരത്തെ ആയിരുന്നതിനാൽ കഷ്ടിച്ച് 2 മണിക്കൂർ മാത്രമാണ് ഉറക്കം കിട്ടിയത്. അഖിൽ റെഡിയായിക്കൊണ്ടിരുന്ന സമയത്ത് രാഹുലും ശരണും റൂമിലേക്ക് പോയി. സാമിനെ എഴുന്നേൽപ്പിച്ച് ആ പെൺകുട്ടിയെ പറഞ്ഞുവിട്ട് ഫ്രഷായി റിസോർട്ടിലേക്ക് നടന്നു. പുഴയോട് ചേർന്നുള്ള റിസോർട്ടിലെ ഗാർഡനിൽ ഒരുക്കിയ വിവാഹവേദി കണ്ട് 3 പേരും ഒരുപോലെ ഞെട്ടി. നിറയെ പൂക്കളാൽ അലങ്കരിച്ച വേദിയുടെ പിറകിൽ ശാന്തമായി ഒഴുകുന്ന പുഴ. ചെറുതായി വെയിൽ വന്നു തുടങ്ങിയപ്പോൾ സാം അവന്റെ സൺഗ്ലാസ് എടുത്തുവെച്ചു.
വെൽക്കം ഡ്രിങ്ക് കുടിച്ച് കാഴ്ചകൾ നോക്കി നിൽക്കുമ്പോഴാണ് അഖിലിന്റെ അമ്മ വന്നു വിളിച്ചത്. നിങ്ങൾ ഇവിടെ നിൽക്കുവാണോ? അഖിൽ തിരക്കുന്നുണ്ട്, ഒന്ന് റൂമിലേക്ക് ചെല്ലൂ. ഇവിടെന്താ ലൈറ്റൊന്നും ഇടാത്തത്? കറണ്ട് പോയാൽ ഇവർക്ക് ജനറേറ്ററെങ്കിലും ഓൺ ചെയ്തൂടെ? റൂമിലേക്ക് നടക്കുമ്പോൾ സാം പറഞ്ഞു. ഇവിടെ കറണ്ടൊക്കെയുണ്ട്, നീ ആ ഊള കണ്ണട എടുത്തുമാറ്റ്. ശരൺ അവൻ്റെ കണ്ണട ഊരിയെടുത്ത് തൻ്റെ പോക്കറ്റിലിട്ടു. അളിയ, നീ ശരിക്കും കെട്ടാൻ പോവാണോ? ഒരു അരമണിക്കൂർ കൂടെ ബാക്കിയുണ്ട്, വേണേൽ ഒന്ന് റീതിങ്ക് ചെയ്യാം. മേക്കപ്പ് എല്ലാമിട്ട് റെഡിയായി നിൽക്കുന്ന അഖിലിന് സാം പെർഫ്യൂം അടിച്ചു കൊടുത്തു. നീ കുറച്ചുനേരം നിന്റെ വായ ഒന്ന് അടച്ചു വയ്ക്കാമോ? അല്ലെങ്കിൽ ഞാൻ പിടിച്ചു വെളിയിൽ തള്ളും കേട്ടോ. എനിക്കാകെ ടെൻഷനാവുന്നടാ. കുറച്ച് റെസ്പോൺസിബിലിറ്റി വരാനാണ് ആമ്പിള്ളാരെ കല്യാണം കഴിപ്പിക്കുന്നത് എന്നൊക്കെ പണ്ടത്തെ കാരണവന്മാർ പറയില്ലേ, അതിൽ ചെറിയ കാര്യമുണ്ടെന്ന് ഇപ്പോൾ തോന്നുന്നു. എനിക്കെൻ്റെ നെഞ്ചത്തൊരു പാറക്കല്ല് എടുത്തു വെച്ച പോലെയുണ്ട്. AC റൂമിലും അഖിൽ വല്ലാതെ വിയർത്തുകൊണ്ടിരുന്നു. ഇതൊരു വലിയ ചേഞ്ച് തന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ കല്യാണത്തിന് ശേഷമാവും നീ ശരിക്കും എൻജോയ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേരൻസിൻ്റേത് പക്ക അറേഞ്ച് മാരേജ് ആയിരുന്നു. പക്ഷെ എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഒരു ദിവസം പോലും രണ്ടാളും മാറി നിന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോഴും അവർക്കിടയിൽ പ്രണയത്തിനൊരു കുറവുമില്ല. എനിക്ക് തോന്നുന്നു നീ ഒരു അടിപൊളി ഹസ്ബൻഡ് ആയിരിക്കുമെന്ന്. ശരൺ അവൻ്റെ മുഖത്ത് പൊടിഞ്ഞ വിയർപ്പ് ടിഷ്യൂ കൊണ്ട് തുടച്ചു. എടാ, നീ അടിപൊളി ഹസ്ബൻഡൊന്നും ആവണ്ട, ഒരു ഹസ്ബൻഡ് മാത്രമായാൽ മതി. എന്തിനാണ് ഈ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് തലയിൽ വയ്ക്കുന്നത്? നീ ധൈര്യമായിട്ടിറങ്ങി പോയി കെട്ടിയിട്ട് വരാം. ഇത് ശരിയായില്ലേ വേറെ കെട്ടാലോ? അഴിക്കാൻ പറ്റാത്ത കുരുക്കൊന്നുമല്ലല്ലോ. സാം അഖിലിൻ്റെ കൈപിടിച്ച് പുറത്തേക്ക് നടന്നു. എടാ, എന്നോട് താലി കെട്ടുന്നത് എങ്ങനെയാണെന്ന് മറന്നുപോയി. ഡാൻസും പാട്ടുമൊക്കെയായി മണ്ഡപത്തിലേക്ക് നടക്കുമ്പോൾ പതിഞ്ഞ ശബ്ദത്തിൽ അഖിൽ രാഹുലിനോട് പറഞ്ഞു. സാരമല്ലടാ, ആദ്യത്തെ കല്യാണമല്ലേ, ഇപ്പം തെറ്റിയാലും അടുത്തതിന് ശരിയാക്കാം. മറുപടി പറഞ്ഞത് ശരണാണ്. ഇളം വെയിലിൻ്റെ ചൂടുള്ള ആ പ്രഭാതത്തിൽ അരികിലൂടെ ശാന്തമായി ഒഴുകുന്ന പുഴയെയും നിറഞ്ഞു നിൽക്കുന്ന പൂക്കളെയും സാക്ഷിയായി അഖിൽ മൃദുലയുടെ കഴുത്തിൽ താലി ചാർത്തി. ഉച്ചയ്ക്ക് മുൻപ് തന്നെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞെങ്കിലും അഖിലിനെ വീട്ടിൽ കൊണ്ടുവിട്ട ശേഷം രാത്രി 8 മണിയോടെയാണ് അവർ തിരിച്ചെത്തിയത്. നെക്സ്റ്റ് പാർട്ട്. ഇത്രയും പെട്ടെന്ന് നേരം വെളുത്തോ? രാത്രി 2 മണിയോടടുപ്പിച്ച് TV-യിൽ നിന്നുള്ള ശബ്ദം കേട്ട് സാം ഞെട്ടിയെണീറ്റു. TV കണ്ടുകൊണ്ടിരുന്ന ശരണിനെ ഒന്ന് നോക്കി അവൻ ബാത്റൂമിലേക്ക് നടന്നു. രാവിലെ തന്നെ ഈ TV കണ്ടിരിക്കാതെ നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് വല്ലതും ഉണ്ടാക്കിക്കൂടെ? ഉറക്കമാറാതെ കണ്ണു തിരുമ്മിക്കൊണ്ട് ബാത്റൂമിൽ നിന്നും തിരിച്ചു വന്ന് സാം ശരണിൻ്റെ കയ്യിൽ നിന്നും റിമോട്ട് വാങ്ങി സോഫയിലേക്കിരുന്നു. സമയം രാത്രി 2 മണിയായിട്ടേ ഉള്ളൂ, ശരൺ TV-യിൽ നിന്നും കണ്ണെടുക്കാതെ പറഞ്ഞു. 2 മണിയോ? സാം ഞെട്ടി ക്ലോക്കിലേക്ക് നോക്കി. നീ എന്താ ഈ പാതിരാത്രി ഉറങ്ങാതെ സിനിമയും കണ്ടിരിക്കുന്നത്? ഒന്നുമില്ല, എനിക്കെന്താ രാത്രി സിനിമ കാണാൻ പാടില്ലേ? ശരൺ സാമിൻ്റെ കയ്യിൽ നിന്നും റിമോട്ട് പിടിച്ചു വാങ്ങി ചാനൽ മാറ്റി. മൊത്തത്തിൽ എന്തോ വശപ്പിശകുണ്ടല്ലോ. നീ ഞാൻ ഉറങ്ങുന്നത് കാണാൻ വന്നതാണോ? സാം ശരണിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു കൊണ്ട് ചോദിച്ചു. അയ്യേ, ഞാനെന്തിനാ നീ ഉറങ്ങുന്നത് കാണുന്നത്? എനിക്ക് വേറെ പണിയില്ലേ? ശരൺ മുഖം ചുളിച്ച് സാമിനെ നോക്കി. അത് തന്നെയാ ഞാനും ചോദിച്ചത്. ഈ സമയത്ത് പോത്തുപോലെ കിടന്നുറങ്ങുന്ന നീ ഇപ്പോൾ സിനിമയും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന്. ഇത് വലിയ ശല്യമായല്ലോ. ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യും. ശരണിന് ദേഷ്യം വന്നു. ഇവിടെ ഇരുന്ന് TV കാണാൻ പറ്റത്തില്ല, എനിക്കുറങ്ങണം. ഉറങ്ങണമെങ്കിൽ മുറിയിൽ പോയി കിടക്ക്. എന്താ സോഫയിൽ കിടന്നാൽ മാത്രമേ നിനക്ക് ഉറക്കം വരുള്ളൂ? ശരണും വിട്ടുകൊടുത്തില്ല. നിനക്കെന്താ TV-യിൽ മാത്രമേ ഇതൊക്കെ കാണാൻ പറ്റൂ? റൂമിലിരുന്ന് ഫോണിൽ കണ്ടൂടെ? സാം റിമോട്ട് എടുത്ത് TV ഓഫ് ചെയ്തു. ആഹാ, നിന്റെ ഫ്ലാറ്റ് മാത്രമൊന്നുമല്ലല്ലോ, ആ റിമോട്ടിങ് താ. ശരൺ സാമിൻ്റെ കയ്യിൽ നിന്നും റിമോട്ട് വാങ്ങാൻ എഴുന്നേറ്റു. റിമോട്ടിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലി നടത്തുന്നതിനിടെ ടേബിളിൽ വെച്ച ശരണിൻ്റെ ഫോണിലേക്ക് ഒരു വാട്സപ്പ് നോട്ടിഫിക്കേഷൻ വന്നു. രണ്ടുപേരും ഒരേ സമയം ഫോണിലേക്ക് നോക്കി. ശരൺ ഫോൺ എടുക്കും മുൻപേ സാം ചാടി ഫോൺ കൈക്കലാക്കി. ഇതവളല്ലേ? ഹലോ ശരൺ, അതിഥി ഹിയർ എന്ന അതിഥിയുടെ വാട്സപ്പ് മെസ്സേജ് കണ്ട സാം കള്ളത്തരം കണ്ടുപിടിച്ച പോലെ ശരണിനെ നോക്കി. അതിഥി മെസ്സേജ് അയച്ചോ? ശരൺ ഒരേ സമയം ആകാംക്ഷയോടെയും സന്തോഷത്തോടെയും സാമിൻ്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങി റൂമിലേക്ക് നടന്നു. പിറകെ വന്ന സാമിനെ ഒന്നാക്കി ചിരിച്ചുകൊണ്ട് കതക് വലിച്ചടച്ച് റൂം ലോക്ക് ചെയ്തു. എന്തു ചെയ്യണമെന്നറിയാതെ മുറിക്കു പുറത്ത് സംശയിച്ചു നിന്ന സാം നഖം കടിച്ചുകൊണ്ട് സോഫയിൽ വന്നിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ടീഷർട്ടും ജാക്കറ്റും ഇട്ട് ശരൺ മുറി തുറന്ന് പുറത്തേക്ക് വന്നു. നീ ഇതെങ്ങോട്ടാ? അവനെ കണ്ടതും സാം സോഫയിൽ നിന്നും ചാടി എണീറ്റു. അവളുടെ കൂടെ ഒരു ചായ കുടിക്കാൻ പോകുന്നു. എന്തേ, നിനക്കിഷ്ടപ്പെട്ടില്ലേ? അവൻ ബൈക്കിൻ്റെ ചാവി തിരഞ്ഞു. അളിയാ, രാഹുലേ. സാം രാഹുലിൻ്റെ പേര് വിളിച്ചുകൊണ്ട് മുറിയിലേക്കോടി. അളിയ, എഴുന്നേൽക്ക്, ദേ അവനിതാ അതിഥിയുടെ കൂടെ ചായ കുടിക്കാൻ പോണു. ഉറങ്ങിക്കിടന്ന രാഹുലിനെ സാം കുലുക്കി വിളിച്ചു. എന്താടാ, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? രാഹുൽ കണ്ണു തിരുമ്മി എഴുന്നേറ്റു. നീ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരുന്നത് കൊണ്ടാ ഇത്ര സിമ്പിളായിട്ട് അവൻ അവളെ സെറ്റാക്കിയത്. നീ ഇങ്ങോട്ട് വന്നേ.
സാം രാഹുലിന്റെ കൈപിടിച്ച് വലിച്ച് മുറിയുടെ പുറത്തേക്ക് നടന്നു. നീ അവനെയും എണീപ്പിച്ചോ? എന്തിനാ അവന്റെ ഉറക്കം കൂടി കളയുന്നത്? ഷൂലേസ് കെട്ടുന്നതിനിടെ ഉറക്കം വിടാതെ നിന്ന രാഹുലിനെ കണ്ടപ്പോൾ ശരൺ സാമിനെ ചീത്ത പറഞ്ഞു. അവനും അറിയട്ടെ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നതെന്ന്. ചോദിക്കളിയാ ഇവൻ എങ്ങോട്ടാ ഈ പാതിരാത്രി ഇറങ്ങിപ്പോകുന്നതെന്ന്. സാം രാഹുലിനെ ശരണിനടുത്തേക്ക് തള്ളിവിട്ടു. എടാ, ഞാൻ അവൾക്ക് ആ ഡയറി തിരിച്ചു കൊടുത്തപ്പോൾ അതിലൊരു ലെറ്റർ കൂടെ വെച്ചിരുന്നു. അവൾ ഇന്നാണത് വായിച്ചത്. ഞാൻ പറഞ്ഞില്ലേ അവൾ എന്നോട് ക്ഷമിക്കുമെന്ന്. പക്ഷെ അവൾ പെട്ടെന്ന് ഇപ്പോൾ ചായ കുടിക്കാൻ വരാമോ എന്ന് ചോദിച്ചു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവളങ്ങനെ വെറുതെ ഒന്നും ചോദിക്കുന്ന ടൈപ്പ് അല്ല. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അവൾ ആദ്യമായിട്ട് പറഞ്ഞ കാര്യമല്ലേ. എനിക്ക് പോണം. സംശയത്തോടെ ശരണിനെ നോക്കിയ രാഹുലിനോടായി അവൻ പറഞ്ഞു. അങ്ങനെ വെറുതെ ചായ കുടിക്കാൻ പോവുകയാണെങ്കിൽ ഞാനും വരും. എനിക്കും ഇപ്പോൾ ചായ കുടിക്കണം. സാം ഇടയിൽ കയറി. എന്താ ഇവന്റെ പ്രശ്നം? കുറേ നേരമായി എന്നെ ചൊറിയുന്നു. ദേ ഈ ഹെൽമെറ്റ് എടുത്ത് ഒറ്റ വീക്ക് വെച്ചു തരും. ശരൺ സാമിനെ എറിയുന്ന പോലെ ആംഗ്യം കാണിച്ച് ബൈക്കിന്റെ കീ എടുത്ത് പുറത്തേക്കിറങ്ങി. എടാ, 1 മിനിറ്റ്. പോകാൻ ഇറങ്ങിയ ശരണിനെ രാഹുൽ പിറകിൽ നിന്നും വിളിച്ചു. രാഹുൽ അവനെ തടയുമെന്ന വിശ്വാസത്തിൽ സാം നെടുവീർപ്പിട്ടുകൊണ്ട് സോഫയിലേക്കിരുന്നു. ദാ ഈ ഹെൽമെറ്റ് കൂടെ വെച്ചോ. രാത്രി ചെക്കിംഗ് ഉണ്ടാവും. കേരള രജിസ്ട്രേഷൻ വണ്ടി കണ്ടാൽ ഇവിടുത്തെ പോലീസ് വെറുതെ വിടില്ല. അവൾ കൂടെയുള്ളതല്ലേ, സൂക്ഷിച്ചു പോയിട്ട് വാ. രാഹുൽ മേശമേലിരുന്ന ഹെൽമെറ്റ് ശരണിന് നേരെ നീട്ടി. സാം അവിശ്വസനീയതയോടെ രാഹുലിനെ നോക്കി. നീ ഇതെന്ത് ഭാവിച്ച? ഞാൻ കരുതി കല്യാണത്തിന്റെ സമയത്തെങ്കിലും നീ അവനോട് ഇതൊക്കെ പറഞ്ഞു കാണുമെന്ന്. ശരൺ പുറത്തേക്കിറങ്ങിയതും സാം രാഹുലിനോട് ദേഷ്യപ്പെട്ടു. കുറച്ചു മുൻപ് വരെ പറയണമെന്ന് തന്നെയാണ് കരുതിയത്. ഇനി എന്തായാലും വേണ്ട. അതെന്താ? വാ, നമുക്കിപ്പോൾ തന്നെ പറയാം. അവൻ പോയി കാണില്ല. സാം രാഹുലിന്റെ കയ്യിൽ പിടിച്ചു. ഈ രാത്രി അവനിവിടെ നിന്ന് ഇറങ്ങിയത് അവന്റെ മാത്രം ഇഷ്ടത്തിനല്ല. അവൾ വിളിച്ചിട്ട് കൂടിയാണ്. അവനോടൊരു ഇഷ്ടവുമില്ലാതെ അവൾ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾക്കതാണ് സന്തോഷം നൽകുന്നതെങ്കിൽ അതങ്ങനെയാവട്ടെ. പിന്നെ നമ്മുടെ ശരൺ അല്ലേടാ, അവൻ അവളെ ഒരിക്കലും വേദനിപ്പിക്കില്ല. സാം എന്തെങ്കിലും തിരിച്ചു പറയുന്നതിന് മുൻപേ രാഹുൽ മുറിയിൽ കയറി വാതിലടച്ചു. ആർക്ക് ആരോടുള്ള സ്നേഹമാണ് ഇവിടെ വലുതെന്ന് മനസ്സിലാവാതെ സാം ഒരു സിഗരറ്റ് കത്തിച്ച് ബാൽക്കണിയിലേക്ക് നടന്നു. പിറ്റേന്ന് വീക്ക് ഓഫ് ആയതിനാൽ ലേറ്റായാണ് എല്ലാവരും എഴുന്നേറ്റത്. കിച്ചണിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ശരണിനോട് ഇന്നലത്തെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന സാം രാഹുൽ കയറി വന്നതും മനഃപൂർവ്വം വിഷയം മാറ്റി. നാളെ ചോട്ടുവിന്റെ പിറന്നാളാണ്, നമുക്കവൻ എന്തേലും വാങ്ങിച്ചു കൊടുക്കണ്ടേ? സാം രണ്ടുപേരോടുമായി ചോദിച്ചു. ഞാനും ഇന്നലെ അത് ഓർത്തതേയുള്ളൂ. നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പുറത്തു പോകാം. ഈ മാസത്തെ ഗ്രോസറിയും വാങ്ങിയില്ലല്ലോ. ശരൺ ചിക്കൻ ചെറിയ കഷണങ്ങളാക്കി റൈസിലേക്കിട്ടു. ശരൺ അന്ന് മുഴുവനും ഫോണിൽ അതിഥിയോട് ചാറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നത് കണ്ട സാം രാഹുൽ അത് ശ്രദ്ധിക്കാതിരിക്കാനായി മുഴുവൻ സമയവും ഓരോന്ന് പറഞ്ഞ് അവന്റെ പിറകെ നടന്നു. ചോട്ടുവിന് കുറച്ചു ഡ്രസ്സുകളും ഷൂസും ഒരു ചെറിയ സൈക്കിളും വാങ്ങി വൈകുന്നേരത്തോടെ അവർ തിരിച്ചെത്തി. അമ്മയോട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ കാര്യം ഓർമ്മ വന്നപ്പോൾ രാഹുൽ അപ്പോൾ തന്നെ അമ്മയെ ഫോണിൽ വിളിച്ചു. അടുത്ത മാസം 31-നാണ് എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ. ഇവിടെ സ്കൂളിൽ എല്ലാ ടീച്ചേഴ്സും പാർട്ടി വേണമെന്ന് പറഞ്ഞ് ഒരേ വാശിയാണ്. എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കുന്നതിൽ എനിക്കൊട്ടും താല്പര്യമില്ല. നമ്മൾ എന്താ ചെയ്യാ? ഫോണെടുത്ത ഉടനെ അമ്മ ചോദിച്ചു. അതിനെന്താ, നമുക്കിത് ഗ്രാൻഡായി നടത്താം. ടൗണിൽ ഒരു ഹാൾ എടുത്താൽ പോരെ? അല്ലെങ്കിൽ ഹാൾ വേണ്ട, നമുക്ക് സിറ്റിയിലുള്ള മറൈൻ ഹോട്ടലില്ലേ, അവിടെ രാത്രി ഒരു ഔട്ട്ഡോർ ഫംഗ്ഷൻ വെക്കാം. അഖിലിൻ്റെ കല്യാണ ഒരുക്കങ്ങളാണ് അവന് പെട്ടെന്ന് ഓർമ്മ വന്നത്. അത്രയൊക്കെ ആഡംബരമാക്കണോ? അല്ലെങ്കിലും ഇവിടെ ആരുണ്ട് ഇതിൻ്റെയൊക്കെ പുറകെ ഓടാൻ? നമുക്ക് ചെറിയ രീതിയിൽ ചെയ്യാം. ആ കാവ്യ ഇവിടെ ഉള്ളപ്പോൾ ആയിരുന്നെങ്കിൽ എല്ലാം അവൾ നോക്കിയേനെ. അവളുടെ കല്യാണം കഴിഞ്ഞതിൽ പിന്നെ ഇവിടെ ഒന്നിനും ആളില്ലാത്ത പോലെയാ. ഞാൻ ശ്യാമിനെ ഏൽപ്പിക്കാം, അവനെല്ലാം ചെയ്തോളും. അമ്മ വിളിക്കേണ്ട ആളുകളുടെ ലിസ്റ്റ് മാത്രം തന്നാൽ മതി. അമ്മയുടെ ലൈഫിലെ ഒരു സ്പെഷ്യൽ ഡേ അല്ലേ, നമുക്കത് കളറാക്കണം. അതോർത്ത് ടെൻഷൻ ആവണ്ട. എന്നാൽ ശരി, ഡേറ്റ് തീരുമാനിച്ചിട്ട് ഞാൻ പറയാം. നേരം ഒരുപാട് വൈകിയതിനാൽ അമ്മ വേഗം ഫോൺ വെച്ചു. ഉറങ്ങാൻ കിടന്നെങ്കിലും ഉറക്കം വരാതെയായപ്പോൾ രാഹുൽ ഹാളിലെത്തി TV ഓൺ ചെയ്തു. യൂട്യൂബ് വാച്ച് ഹിസ്റ്ററിയിൽ കിടന്ന മൗനരാഗം സിനിമ തന്നെ വീണ്ടും പ്ലേ ചെയ്തു. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? TVയുടെ ശബ്ദം കേട്ട് മുറിയിൽ നിന്നും ശരൺ ഇറങ്ങി വന്നു. ഉറക്കം വന്നില്ല. നാളെ വർക്കുമില്ലല്ലോ, അപ്പോൾ എന്തേലും സിനിമ കാണാമെന്ന് കരുതി. എടാ, ഞാൻ നാളെ അതിഥിയുടെ കൂടെ പുറത്തു പോകുന്നുണ്ട്. പക്ഷെ അവളെ എവിടെയാ കൊണ്ടുപോവുകയെന്ന് ഒരു ഐഡിയയും ഇല്ല. ഒരു ദിവസം എന്തായാലും നന്ദി ഹിൽസ് പോണം. പക്ഷെ നാളെ വേണ്ട. എനിക്കാണെങ്കിൽ ഇവിടുത്തെ പബ്ബും റെസ്റ്റോറൻറ്റുമേ പിടുത്തമുള്ളൂ. നിനക്ക് എന്തേലും ഐഡിയ ഉണ്ടോ? ശരൺ കുഷിനെടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് അവൻ്റെ ഓപ്പോസിറ്റുള്ള സോഫയിൽ വന്നിരുന്നു. ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ നല്ലൊരു ഓപ്ഷനാണ്. അതൊരു കപ്പിൾസ് ഏരിയയാണ്. പക്ഷേ ഈ ബാംഗ്ലൂരിലെ തിരക്കിൽ നിന്നൊക്കെ മാറി നിനക്ക് അവളോട് സമാധാനമായി സംസാരിക്കാൻ കഴിയും. എന്നാൽ അവിടെ പോകാം. നീ എന്താ എപ്പോഴും ഈ മൂവി തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്? മലയാളമാണെങ്കിൽ എനിക്കെന്തെങ്കിലും മനസ്സിലായേനെ. ഇതിപ്പോൾ തമിഴായതുകൊണ്ട് ഒരു പിടിയുമില്ല. ഇത്രമാത്രം കാണാൻ എന്താ ഈ മൂവിയിലുള്ളത്? ശരൺ സ്ക്രീനിലേക്ക് ഉറ്റുനോക്കി.
കൂടെ നിൽക്കുന്നതും ചേർത്തു നിർത്തുന്നതും മാത്രമല്ല സ്നേഹിക്കുന്ന ആളുടെ സന്തോഷത്തിനു വേണ്ടി അവരിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതും വിട്ടുകൊടുക്കുന്നതും കൂടിയാണ് പ്രണയം. അത്രയേ ഉള്ളൂ ഈ സിനിമ. അങ്ങനെ ചെയ്യുമ്പോൾ ആ ലൈഫിൽ ഒരാൾ ഹാപ്പി ആയിരിക്കുമോ? ശരൺ സംശയത്തോട് ചോദിച്ചു. ഓർക്കുമ്പോൾ സന്തോഷം തരുന്ന ചില വേദനകൾ കൂടി ചേരുന്നതല്ലേ ജീവിതം. അവൻ പറഞ്ഞത് മനസ്സിലാവാതെ തന്നെ നോക്കിയ ശരണിനോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് രാഹുൽ TV ഓഫ് ചെയ്തു കിടക്കാൻ പോയി. പിറ്റേന്ന് രാവിലെ ശരൺ അതിഥിക്കൊപ്പം പുറത്തു പോയപ്പോൾ സാം രാഹുലിനെ നിർബന്ധിച്ച് ഒരു ബൈക്ക് ഡ്രൈവ് പോയി വരാമെന്ന് പറഞ്ഞ് മേക്കേദാട്ടുവിലേക്ക് പുറപ്പെട്ടു. വൈകുന്നേരത്തോടെ ചോട്ടുവിനുള്ള കേക്കും വാങ്ങി അവർ തിരിച്ചെത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ ശരണും വന്നു. അവർ സൈക്കിളും കേക്കുമായി താഴെ ചോട്ടു താമസിക്കുന്ന മുറിയിലേക്ക് നടന്നു. ചെടികൾ നനച്ചുകൊണ്ടിരുന്ന ചന്ദൻ അവരെ കണ്ടപ്പോൾ കൈ കാണിച്ചു. രാവിലെ അവൻ ഒരുപാട് ബഹളം വെച്ചപ്പോൾ അടുത്തുള്ള ബേക്കറിയിൽ നിന്നും ഒരു കേക്ക് വാങ്ങിയ കഥ പറഞ്ഞുകൊണ്ട് ചന്ദൻ അവരെയും കൂട്ടി അവർ താമസിക്കുന്ന മുറിയിലേക്ക് പോയി. അവരെ കണ്ടതും ഡ്രോയിങ് പുസ്തകത്തിൽ കളർ കൊടുത്തുകൊണ്ടിരുന്ന ചോട്ടു ഓടി അടുത്തേക്ക് വന്നു. സാമിന്റെ കയ്യിലുണ്ടായിരുന്ന കേക്കും തൊപ്പിയും ആദ്യം വാങ്ങി കയ്യിൽ പിടിച്ചപ്പോഴാണ് പുറകിൽ ശരണിന്റെ കയ്യിലിരിക്കുന്ന സൈക്കിൾ കണ്ടത്. സന്തോഷം കൊണ്ടവൻ ഓടി ശരണിനടുത്തെത്തി. എനിക്കൊരു ഉമ്മ തന്നാൽ സൈക്കിൾ തരാം, ശരൺ അവനൊപ്പം എത്താൻ കുനിഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു. അവൻ പെട്ടെന്ന് ശരണിന്റെ കവിളത്ത് ഒരു ഉമ്മ കൊടുത്ത് ചാടി സൈക്കിളിലിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ചോട്ടു. കേക്ക് കട്ട് ചെയ്ത് അവന്റെ അമ്മയുണ്ടാക്കിയ തേക്കുവ സ്വീറ്റ്സ് കഴിച്ച ശേഷം സൈക്കിൾ പഠിപ്പിക്കാനായി സാം ചോട്ടുവിനെയും കൊണ്ട് അപ്പാർട്ട്മെന്റിനുള്ളിലെ പാർക്കിലേക്ക് പോയി. നെക്സ്റ്റ് പാർട്ട്. ഇതെന്ത് ഉറക്കമാളിയ, എണീക്ക്. രാവിലെ ഒരുപാട് വൈകിട്ടും എഴുന്നേൽക്കാതിരുന്ന രാഹുലിനെ സാം തട്ടി വിളിച്ചു. സാമിന്റെ വിളി കേട്ട് രാഹുൽ എഴുന്നേറ്റു. നല്ല പനിയും തലവേദനയും അവനെ ആകെ തളർത്തിയിരുന്നു. വയ്യടാ, നല്ല തലവേദന. രാഹുൽ ഒരു കണക്കിന് ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു. അയ്യോ, നല്ല ചൂടുണ്ടല്ലോ. സാം രാഹുലിന്റെ നെറ്റിയിൽ കൈവച്ച് നോക്കി. ഞാൻ കുറച്ചു നേരം കൂടി കിടക്കട്ടെ. രാഹുലിന്റെ ശബ്ദത്തിൽ നല്ല ക്ഷീണം അനുഭവപ്പെട്ടിരുന്നു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, വാ ഹോസ്പിറ്റലിൽ പോകാം. സാം രാഹുലിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. ക്ലൈമറ്റ് മാറിയത് കൊണ്ടാണ്. ഒരു പാരസെറ്റമോൾ എടുത്താൽ റെഡിയായിക്കൊള്ളും. നീ പോയി ഒരു ഡോളോ വാങ്ങിക്കൊണ്ടുവാ. ശരണിന് മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു. സാം മെഡിക്കൽ ഷോപ്പിലേക്ക് പോകുന്ന വഴിക്ക് രാഹുലിന്റെ അമ്മയെ വിളിച്ച് അവൻ എന്താണ് ഭക്ഷണം കൊടുക്കേണ്ടതെന്ന കാര്യങ്ങൾ ചോദിച്ചു. വരുന്ന വഴിക്ക് ബ്രെഡും കഞ്ഞിക്കുള്ള അരിയും വാങ്ങി. പാല് തിളപ്പിച്ചാറ്റി ബ്രെഡ് ആവി കയറ്റിയ ശേഷം സാം വീണ്ടും രാഹുലിനെ വിളിച്ചുണർത്തി. എനിക്കൊന്നും വേണമെന്ന് തോന്നുന്നില്ല, വായിക്കൊട്ടും രുചിയില്ല, മെഡിസിൻ മാത്രം മതി. രാഹുൽ ഭക്ഷണം കഴിക്കാൻ മടിച്ചു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, മരുന്ന് കഴിക്കുമ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ തരണമെന്ന് നിന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. നീ ഈ ബ്രെഡ് കഴിച്ചിട്ട് മരുന്ന് കഴിക്ക്. ഉച്ചയ്ക്ക് ഞാൻ കഞ്ഞി ഉണ്ടാക്കാം. സാം അവന്റെ സകല ഉത്തരവാദിത്വവും ഏറ്റെടുത്ത പോലെ പറഞ്ഞു. ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഒരു ബ്രെഡ് കഴിച്ചെന്ന് വരുത്തി രാഹുൽ വീണ്ടും പുതച്ചു കിടന്നു. ഉച്ചയ്ക്ക് കഴിക്കാൻ ഉണ്ടാക്കിയ കഞ്ഞിയിൽ നല്ല ഉപ്പായിരുന്നെങ്കിൽ കൂടി സാധാരണ അടുക്കളയിൽ കയറുന്നത് കൊല്ലുന്നതിന് സമമായ സാം അത്രയെങ്കിലും ചെയ്തതോർത്ത് അവൻ ഒന്നും പറയാതെ അത് മുഴുവൻ കുടിച്ചു. നീ ഓഫീസിൽ വിളിച്ച് ലീവ് പറഞ്ഞേക്ക്. പാത്രം കഴുകാൻ അടുക്കളയിലേക്ക് നടക്കുന്നതിനിടെ സാം പറഞ്ഞു. ഉച്ചയ്ക്ക് ഉറങ്ങാൻ കിടന്ന രാഹുൽ എഴുന്നേറ്റപ്പോൾ സാം ഓഫീസിൽ പോകാൻ റെഡിയാവുകയായിരുന്നു. സാം ഉണ്ടാക്കി വെച്ച ചുക്കു കാപ്പി കഷ്ടപ്പെട്ട് കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രാഹുലിന്റെ ഫോണിൽ ശരണിന്റെ കോൾ വന്നത്. സാം റൂമിൽ പോയി ഫോൺ എടുത്തുകൊണ്ടുവന്ന് സ്പീക്കറിലിട്ട് ടേബിളിൽ വെച്ചു. എടാ, ഇന്ന് നിങ്ങൾക്ക് രണ്ടാൾക്കും നൈറ്റ് ഷിഫ്റ്റ് അല്ലേ? ഞാൻ അവളെ ഫ്ലാറ്റിലേക്ക് വിളിക്കട്ടെ? ശരൺ മറുതലയ്ക്കിൽ നിന്നും അല്പം അടിയോട് ചോദിച്ചു. ആ, അതിനെന്താ? നീ എന്തിനാ ഇതൊക്കെ ചോദിക്കുന്നത്? സാം എന്തോ പറയാൻ വന്നപ്പോൾ രാഹുൽ അവനോട് മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ചു. രാഹുൽ മറുപടി പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. അതെങ്ങനെയാ ശരിയാവുന്നേ? നീ ഇന്ന് ലീവല്ലേ? അവനോട് പറ പറ്റില്ലെന്ന്. സാം ശരണിനെ തിരിച്ചു വിളിക്കാൻ ഭാവിച്ച് ഫോൺ എടുത്തു. എനിക്കിപ്പോൾ നല്ല കുറവുണ്ട്. വെറുതെ എന്തിനാ ഒരു ദിവസം ലീവ് എടുക്കുന്നത്? നീ വെയിറ്റ് ചെയ്, ഞാനൊന്ന് ഫ്രഷായി വരാം. സാമിന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി രാഹുൽ റൂമിലേക്ക് നടന്നു. നീ വലിയ നന്മമരം കളിക്കല്ലേ. ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ചില വിട്ടുവീഴ്ചകൾ ചെയ്യുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതൊരിക്കലും സ്വന്തം ആരോഗ്യം കളഞ്ഞുകൊണ്ടാവരുത്. നീ എന്ന് എവിടെയും പോകുന്നില്ല. ഞാൻ വിളിച്ചു പറയാം അവനോട് നിനക്ക് വയ്യെന്ന കാര്യം. സാമിന്റെ ശബ്ദത്തിൽ നല്ല ദേഷ്യമുണ്ടായിരുന്നു. എടാ പ്ലീസ്, നമുക്കിപ്പോൾ അവനെ കുറേ കാലമായി അറിയില്ലേ? അവന് വേണ്ടി എന്തെങ്കിലും കാര്യം അവൻ ആവശ്യപ്പെടാറുണ്ടോ? പക്ഷെ ഇത് വേണ്ടടാ. ഞാൻ എപ്പോഴും ഇങ്ങനെ കളിച്ചു ചിരിച്ചു നടക്കുന്നത് കൊണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് നീ കരുതരുത്. ശരണിന് അവളോടുള്ള സ്നേഹത്തിന്റെ ആഴം അളക്കാനൊന്നും എനിക്കറിയില്ല. പക്ഷെ അവനേക്കാളും മുൻപേ അവളെ സ്നേഹിച്ചത് നീയാണെന്ന് എനിക്കറിയാം. അതൊരിക്കലും വെറുമൊരു കൗതുകത്തിന്റെ പുറത്തല്ലായിരുന്നുവെന്നും അറിയാം. എനിക്ക് നിന്നെ ഇപ്പോൾ മനസ്സിലാവുന്നേയില്ല. ഉള്ളിൽ തോന്നിയ ഇഷ്ടം ഒരു തോന്നലായിരുന്നുവെന്ന് നടിച്ച് നിനക്കെങ്ങനെ മുന്നോട്ട് നടക്കാൻ പറ്റുന്നു? സാം അല്പം വിഷമത്തോടെയും ദേഷ്യത്തോടെയും ചോദിച്ചു. നീ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷെ ഇപ്പോൾ അതിലൊന്നും ഒരു കാര്യവുമില്ല.
ഇങ്ങനെയൊക്കെ ആയത് നന്നായി എന്ന് പോലും ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. കാരണം എനിക്ക് അവനെ അത്രയ്ക്ക് വിശ്വാസമാണ്. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു പെൺകുട്ടിയോട് വെറുതെയെങ്കിലും സംസാരിച്ചിരിക്കാൻ ഭംഗിയുള്ള ഓർമ്മകൾ പോലും ഇല്ലാത്തവനാണ് ഞാൻ. അവൻ്റെ കൂടെ അവൾ ഒരുപാട് ഹാപ്പിയായിരിക്കും. അവനൊരിക്കലും അവളെ വേദനിപ്പിക്കില്ല എന്നെനിക്കുറപ്പുണ്ട്. സാം വീണ്ടും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും രാഹുൽ അവനെ ഒരുവിധം സമാധാനിപ്പിച്ച ശേഷം ഡ്രസ് മാറി രണ്ടുപേരും ഓഫീസിലേക്ക് തിരിച്ചു. അന്നത്തെ ഷിഫ്റ്റ് മുഴുവൻ രാഹുലിന് മീറ്റിങ്ങുകളായിരുന്നു. രാവിലെ ആവുമ്പോഴേക്കും AC-യിലിരുന്ന് പനി കൂടി അവനെ സാം ഓഫീസിൽ നിന്ന് വരുന്ന വഴി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇപ്പോൾ മനസ്സിലായില്ലേ, മറ്റുള്ളവരെ ഒരുപാടങ്ങ് സഹായിക്കാൻ പോയാൽ ഇങ്ങനെ പടമായി കിടക്കേണ്ടി വരുമെന്ന്. ഡ്രിപ്പ് തീരാറായപ്പോൾ ഉറക്കമുണർന്ന അവനെ സാം ബെഡിൽ എഴുന്നേൽപ്പിച്ചിരുത്തി. രാഹുലിന് വയ്യെന്നറിഞ്ഞ ശരൺ ഓഫീസിൽ പോകുന്ന മുൻപേ ഹോസ്പിറ്റലിലേക്ക് വന്നു. നിനക്കിത്ര വയ്യെങ്കിൽ എന്തിനാ ആ തണുപ്പ് കൊള്ളാൻ ഓഫീസിൽ പോയത്? ലീവ് എടുക്കാമായിരുന്നില്ലേ? ശരൺ കാര്യമൊന്നും അറിയാതെ അവനെ ചീത്ത പറഞ്ഞു. സാം എന്തോ പറയാൻ വന്നെങ്കിലും പിന്നെ വേണ്ടെന്ന് വെച്ച് അവരെന്തെങ്കിലും സംസാരിക്കട്ടെ എന്ന് കരുതി പുറത്തേക്കിറങ്ങി. ഫ്ളാറ്റിൽ തിരിച്ചെത്തി ഫ്രഷായ ശേഷം ശരണിന്റെ മുറിയിലേക്ക് ചാർജർ എടുക്കാൻ പോയ സാം ബെഡിൽ കിടന്ന ഗിറ്റാർ കണ്ട് ചെറുതായി ഞെട്ടി. അളിയ, നീ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. അവൻ അവളോട് മുടിഞ്ഞ പ്രേമമാണ്. രാഹുലിന് ചുക്കുകാപ്പി കൊണ്ടു കൊടുക്കുന്നതിനിടെ സാം അതിശയത്തോട് പറഞ്ഞു. അതെന്താ ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെയൊരു തോന്നൽ? രാഹുൽ സംശയത്തോടെ അവനെ നോക്കി. ഇത്രയും കാലം ആ ഗിറ്റാർ വെച്ച സ്ഥാനത്ത് നിന്ന് ഒന്ന് നീക്കി വെക്കുക പോലും ചെയ്യാത്ത അവൻ ഇന്നലെ അവൾ വന്നപ്പോൾ അത് അവിടുന്ന് എടുത്തു. ഗിറ്റാറിൽ തൊടിയിക്കുന്ന ദൂരം വരെ പോയിട്ടുണ്ടെങ്കിലും അതെന്തായാലും വെറുമൊരിഷ്ടമാവില്ല. രാഹുൽ അതിന് മറുപടിയൊന്നും പറയാതെ എന്തോ ആലോചിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കി. 2 ദിവസത്തോളം എടുത്തു രാഹുലിന് പനി പൂർണ്ണമായും വിടാൻ. അതിനിടയ്ക്ക് ഒരു ദിവസം ശരണും ലീവെടുത്ത് അവനെ കൂട്ടിരുന്നു. എടാ അളിയാ, ഓഫീസിൽ നിന്ന് ഷിഫ്റ്റ് കഴിഞ്ഞെത്തിയ സാം ബാഗ് സോഫയിലേക്കിട്ട് ഹാളിൽ നിന്നും ഉച്ചത്തിൽ വിളിച്ചു. എന്തിനാ ഇങ്ങനെ അലറി വിളിക്കുന്നത്? അവൻ ആ റൂമിലല്ലേ ഉള്ളത്. നിനക്ക് മെല്ലെ വിളിച്ചാൽ പോരെ? കിച്ചണിൽ നിന്നും സാമിൻ്റെ ശബ്ദം കേട്ട് ശരൺ ഹാളിലേക്ക് വന്നു. ഇന്ന് ഓഫീസിൽ ശകുനി ഒരു കാര്യം പറഞ്ഞു, ശരിയാണോ? മുറിക്ക് പുറത്തേക്ക് വന്ന രാഹുലിനെ ദേഷ്യത്തോടെ നോക്കി സാം ചോദിച്ചു. അവൻ സാമിന് മുഖം കൊടുക്കാതെ അലക്ഷ്യമായി എങ്ങോട്ടോ നോക്കി നിന്നു. നീ കാര്യം പറ, എന്നാലല്ലേ ശരിയാണോ അല്ലയോ എന്ന് പറയാൻ പറ്റൂ. ശരൺ കാര്യം മനസ്സിലാവാതെ ഇടയ്ക്ക് കയറി. അതവനറിയാം. എനിക്ക് ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരം കിട്ടിയാൽ മതി. സാം ഒന്നുകൂടി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. എടാ പ്ലീസ് ലെറ്റ് മീ എക്സ്പ്ലെയിൻ. രാഹുൽ സാമിനടുത്തേക്ക് നടന്നു. അപ്പോൾ കേട്ടതൊക്കെ ശരിയാണ്. 6 മാസം പുതിയ ഓഫീസിൽ പോയി ട്രെയിനിങ് കൊടുത്തോളാമെന്ന് നീ തന്നെ അങ്ങോട്ട് പോയി പറഞ്ഞല്ലേ? അത് പറയുമ്പോൾ ഞങ്ങളോടൊന്ന് ചോദിക്കണമെന്ന് നിനക്ക് തോന്നിയില്ലല്ലോ അല്ലേ? രാഹുലിന് എന്തെങ്കിലും പറയാൻ കഴിയുന്ന മുൻപേ സാം വാതിൽ വലിച്ചടച്ച് പുറത്തേക്ക് പോയി. അതിന് വേറെ ആരെയെങ്കിലും വിടാമെന്ന് അയാൾ സമ്മതിച്ചതല്ലേ, പിന്നെ എന്തിനാ നീ അതേറ്റത്? റൂമിലേക്ക് പോകാനൊരുങ്ങിയ രാഹുലിനെ പിടിച്ചു നിർത്തി ശരൺ ചോദിച്ചു. ഒരു ചേഞ്ച് വേണമെന്ന് തോന്നി, അത്രയുള്ളൂ. എന്തിൽ നിന്ന്? ഞങ്ങളിൽ നിന്നോ? എടാ, നീയോ സാമോ ആയി ഇതിനൊരു ബന്ധവുമില്ല. പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. അവിടെ 5 ഡേയ്സ് നിന്നാൽ മതി. ശനിയും ഞായറും ഞാൻ ഇങ്ങോട്ട് വരാം. രാഹുൽ പറഞ്ഞതൊന്നും ശരണിന് കൺവിൻസിംഗ് ആയി ഇല്ലെങ്കിലും സാം അത്രയും ദേഷ്യപ്പെട്ടു പോയ സ്ഥിതിക്ക് ഓരോന്ന് ചോദിച്ച് അവനെ വീണ്ടും വിഷമിപ്പിക്കേണ്ട എന്ന് കരുതി ശരൺ കൂടുതലൊന്നും പിന്നെ ചോദിച്ചില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രാഹുൽ വൈറ്റ് ഫീൽഡിലുള്ള ഓഫീസിലേക്ക് മാറി. അവിടെ അടുത്ത് തന്നെ താമസവും റെഡിയാക്കിയിരുന്നു. അതിനിടയ്ക്ക് ഒരുപാട് തവണ സാമുമായി സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ രാഹുലിന് മുഖം പോലും കൊടുക്കാതെ മാറി നടന്നു. പുതിയ ഓഫീസിലെ ട്രെയിനിങ്ങും തിരക്കുകളും ഒക്കെയായി ദിവസങ്ങൾ പെട്ടെന്ന് പോയി. ശരണിനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുമെങ്കിലും കഴിഞ്ഞ 2 ആഴ്ച ഫ്ലാറ്റിൽ പോകാൻ പോലും കഴിഞ്ഞില്ല. ഒരു ദിവസം പതിവ് പോലെ ഓഫീസിൽ നിന്നിറങ്ങി മുറിയിലേക്ക് നടക്കവേ പെട്ടെന്ന് അഖിൽ പിറകിലൂടെ വന്ന് തോളിൽ പിടിച്ചു. അഖിലിനെ കണ്ട് രാഹുൽ ഒരൽപ്പം ഞെട്ടി. നീ എന്താ ഒന്ന് വിളിക്കുക പോലും ചെയ്യാതെ പെട്ടെന്നിങ്ങനെ? ഓ, നിന്നെ കാണണമെങ്കിൽ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കണമെന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. സാം കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഇത് പറഞ്ഞില്ലല്ലോ. ഞാൻ വിളിച്ചാൽ ഒന്ന് ഫോൺ പോലും എടുക്കാൻ കഴിയാത്ത അവന് എന്നെക്കുറിച്ച് സംസാരിക്കാനുള്ള സമയമൊക്കെ ഉണ്ടോ? പറയുന്നത് കൊണ്ടൊന്നും വിചാരിക്കരുത്. ഈ കാര്യത്തിൽ ഞാൻ അവൻ്റെ സൈഡാണ്. അതൊക്കെ പിന്നെ പറയാം. എനിക്ക് നന്നായി വിശക്കുന്നു. വാ, നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അഖിൽ രാഹുലിൻ്റെ കൈയും പിടിച്ച് അടുത്ത് കണ്ട റെസ്റ്റോറൻറ്റിലേക്ക് നടന്നു. സാം എന്നെക്കുറിച്ച് എന്താ പറഞ്ഞത്? സ്പെഷ്യൽ ചമ്മന്തിപ്പൊടി വിതറി നെയ്യിൽ നന്നായി മുരിച്ചെടുത്ത പൊടി മസാല ദോശ തേങ്ങാ ചമ്മന്തി കൂട്ടി ആസ്വദിച്ചു കഴിച്ചുകൊണ്ടിരുന്ന അഖിൽ അവിടുത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ലെന്ന് കണ്ട് രാഹുൽ തന്റെ സംസാരത്തിന് തുടക്കമിട്ടു. അവനെല്ലാം പറഞ്ഞു. നീ അവിടുന്ന് കുറ്റിയും പറിച്ച് വരാൻ ഉണ്ടായ കാരണം ഉൾപ്പെടെ. ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതിഥിയെ ശരണിന്റെ കൂടെ കാണുമ്പോൾ അത്ര വേദനിക്കുന്നുണ്ടെങ്കിൽ എന്തിനാ വലിയ പുണ്യാളൻ കളിച്ച് വിട്ടുകൊടുക്കാൻ പോയത്? നമ്മളൊരു തീരുമാനമെടുക്കുമ്പോൾ അതിന്റെ പിറകെ വരാനിരിക്കുന്ന കാര്യങ്ങളെ കൂടി നേരിടാൻ തയ്യാറാവണം. അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചാൽ എല്ലാ കാലവും ഓടിക്കൊണ്ടിരിക്കേണ്ടി വരും. സാമിന് മാത്രമല്ല ശരണിനും.
എനിക്കും നല്ല വിഷമമുണ്ട്. ശരണിന്റെ കാര്യമാണ് ഏറ്റവും കഷ്ടം. സാം സങ്കടം വരുമ്പോൾ നിന്നെ ചീത്ത വിളിക്കുമ്പോഴെല്ലാം അവൻ കാരണമാണ് നീ അവിടെ നിന്ന് മാറി നിൽക്കുന്നത് എന്ന സത്യം പോലും അറിയാതെ നിനക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ വരും. അഖിൽ ഭക്ഷണം മതിയാക്കി എണീറ്റു. ശരണിനോട് ഒന്നും പറയേണ്ടെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ജീവിതത്തിൽ നമ്മൾ വേദനിച്ചുകൊണ്ടാണെങ്കിലും എടുക്കേണ്ട ചില ശരിയായ തീരുമാനങ്ങളുണ്ട്. ആദ്യമൊക്കെ അതുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ വന്നേക്കാം. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, ഒരുപാട് കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അതെനിക്ക് സന്തോഷം നൽകുമെന്ന്. കുറച്ചു കഴിയുമ്പോൾ സാം ഓക്കെ ആവും. അവനെ എനിക്കറിഞ്ഞൂടെ. ഒരുപാട് കാലമൊന്നും എന്നോട് മിണ്ടാതിരിക്കാൻ അവനെ കൊണ്ട് പറ്റില്ല. ഒന്നുമില്ലേൽ ഏതേലും പെണ്ണ് വിഷയത്തിന്റെ വള്ളി പിടിച്ചിട്ടാണെങ്കിലും വിളിച്ചോളും. രാഹുൽ ബില്ല് കൊടുത്ത് അഖിലിനൊപ്പം പുറത്തേക്കിറങ്ങി. മൃദുല എന്തു പറയുന്നു? ഹാപ്പിയല്ലേ? അമ്മയുടെ അടുത്ത് അവൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ പരാതിയൊന്നും പറയാറില്ല. ഒരു ജോലിക്ക് പറഞ്ഞയക്കണം. ഇപ്പോൾ അവൾക്കത് ആവശ്യമായി തോന്നിയില്ലെങ്കിലും എൻ്റെയും വീടിൻ്റെയും അപ്പുറത്ത് അവൾക്കൊരു ലോകമുണ്ടാവുന്നത് നല്ലതാണ്. ഫ്ളാറ്റിലേക്ക് രാഹുൽ വിളിച്ചെങ്കിലും പിന്നീടൊരിക്കൽ വരാമെന്ന് ഉറപ്പു നൽകി അഖിൽ യാത്ര പറഞ്ഞിറങ്ങി. അടുത്ത ആഴ്ചയിലെ അമ്മയുടെ റിട്ടയർമെന്റ് പാർട്ടിയുടെ കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാനായി രാഹുൽ രാത്രി ശ്യാമിനെ വിളിച്ചു. നീ ഈ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ? എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ഒന്നുമില്ലേലും ഞാൻ 2 സൂപ്പർ മാർക്കറ്റ് നടത്തിക്കൊണ്ടു പോകുന്നതല്ലേ. ആ ഒരു വിശ്വാസമെങ്കിലും വയ്ക്കടേ. രാഹുൽ വീണ്ടും ഫുഡ് മെനുവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ശ്യാമിന് ദേഷ്യം വന്നു. അതെ, അമ്മാവൻ മരിച്ച കാര്യം വീട്ടിൽ അറിയിക്കാൻ പോകുന്ന വഴി ക്രിക്കറ്റ് കളി കണ്ടുനിന്ന് മരിച്ച കാര്യം മറന്നു പോയവനാണ് നീ. നാട്ടുകാർ പറഞ്ഞറിഞ്ഞ് ശവമെടുക്കുന്നതിന് മുൻപേ അവർ അവിടെ എത്തിയത് നിന്റെ ഭാഗ്യം. രാഹുൽ ചിരിയടക്കാൻ പ്രയാസപ്പെടുന്നത് മറുതലയ്ക്കിലുള്ള ശ്യാമിനെ വ്യക്തമായി കേൾക്കാമായിരുന്നു. അത്ര വിശ്വാസമില്ലെങ്കിൽ എന്തിനാ എന്നെ ഏൽപ്പിച്ചത്? നിനക്ക് എപ്പോഴത്തെയും പോലെ കാവ്യയെ ഏൽപ്പിക്കാമായിരുന്നില്ലേ? ഓ ശരിയാ, ആ കുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ കൈമലർത്തിയത് കൊണ്ട് അത് പറ്റത്തില്ലല്ലോ. ഈ ഒറ്റ ഡയലോഗിൽ രാഹുലിന്റെ വായടയുമെന്ന് ശ്യാമിന് ഉറപ്പുണ്ടായിരുന്നു. പിന്നെ അവനെ ഒന്ന് ഉഷാറാക്കാൻ വിഷയം തിരിച്ചുവിട്ട് 1.5 മണിക്കൂറോളം സംസാരിച്ച ശേഷമാണ് ശ്യാം ഫോൺ വെച്ചത്.